ബിഗ് ബോസിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി പണി കിട്ടിയ രണ്ടാൾക്കാരായിരുന്നു അനുമോളും ആര്യനും. അവർ തമ്മിൽ കൈ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബസർ ടു ബസർ സമയത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ ടാസ്ക് അതായിരുന്നു. പിന്നെ ഇന്നലെ ദിവാലി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് ആക്ച്വലി ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരുന്നു. നോമിനേഷൻ ആയിക്കോട്ടെ, ക്യാപ്റ്റൻസി ആയിക്കോട്ടെ. ക്യാപ്റ്റൻസി ആദ്യമായിട്ടാണ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ 3 പേര് ഒരേ സമയം ക്യാപ്റ്റൻ ആവണത്. അപ്പോൾ ആര്യനും നെവിനും അക്ബരൊക്കെ തുള്ളിച്ചാടുക. നമ്മുടെ നെവിൻ്റെ പിന്നെ തുള്ളിച്ചാട്ടം അറിയില്ല എങ്ങനെയാണ്, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചാടണുണ്ട്. പക്ഷേ ബിഗ് ബോസ് മുഴുവൻ പറഞ്ഞ് തീർന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ 3 പേർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ബാക്കി കണ്ടസ്റ്റൻസ് തുള്ളിച്ചാടി തുടങ്ങി. അപ്പോൾ നല്ല രസകരമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ അടുക്കള ഭരണം ഈ 3 ക്യാപ്റ്റന്മാരാണ് ചെയ്യണത്. അപ്പോൾ അനുമോൾ ഇല്ലാത്ത കാരണം കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻസി നമ്മുടെ നോമിനേഷൻ ട്വിസ്റ്റ് അത് അടിപൊളി. അതായത് എല്ലാവരും പിരിച്ചു വിട്ടിട്ട് അവരവർ എന്തൊക്കെ ജോലിയാണ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് വന്ന് പറയും, നെവിൻ നോമിനേറ്റ് ചെയ്യൂ അതൊക്കെ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് റീസൺസ് കിട്ടില്ല പറയാൻ എന്തിനാണ് നോമിനേറ്റ് ചെയ്യണം. പക്ഷേ ഏതായാലും ഈ പ്രാവശ്യം നോമിനേഷനിൽ നമ്മുടെ ഷാനവാസും ആദിലെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. ആദിലെ എങ്ങനെയോ ലക്കിലി രക്ഷപ്പെട്ടു. ഒരു വോട്ട് ഷാനവാസിനും ആക്ച്വലി ഒരു വോട്ടുണ്ടായിരുന്നു. ഒരു വോട്ടിൽ കാരണം അവർ രണ്ടുപേരും വന്നില്ല നോമിനേഷനിൽ. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും പ്ലീസ് ആലോചിച്ച് വോട്ട് ചെയ്യുക. പിന്നെ ബാക്കി ഇന്നലെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൻ്റെ ആദ്യത്തെ ടാസ്ക് നല്ല രസകരമായ ടാസ്ക് ആയിരുന്നു. എൻഡ്യൂറൻസിൻ്റെ നല്ലപോലെ എല്ലാവരും ചെയ്തു. ആദ്യം ഷാനവാസ് വിട്ടു, കാരണം ഷാനവാസിൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം. അതിനിടയ്ക്ക് ഇന്നലെ ദിവാലി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല രസകരമായി ആഘോഷിച്ചു. അപ്പോൾ ടാസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ടാസ്കിൽ എനിക്ക് ആക്ച്വലി കുറച്ച് അൺഫെയർ ആയിട്ട് തോന്നിയത് ആര്യനും സാബുമോൻ്റെ ഇടയ്ക്കാണ്. ആക്ച്വലി സാബുമാൻ കുറേ പ്രാവശ്യം പറഞ്ഞു ബിഗ് ബോസിനോട് ആര്യൻ കൈ വിട്ടു അനുമോൾ മൈക്കിടാൻ നേരത്തെ. അതൊന്നും ബിഗ് ബോസ് ശ്രദ്ധിച്ചില്ല. പക്ഷേ ലാസ്റ്റിൽ ബിഗ് ബോസ് പറഞ്ഞു, ഇല്ല സാബുമാൻ നിങ്ങൾ പുറത്തായി. അത് കുറച്ച് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആര്യനാണ് ജയിച്ചത്. പക്ഷേ നൂറ നെട്ടിപ്പിച്ചു. നല്ല അടിപൊളിയായിട്ട് നൂറ ചെയ്തു. അത്രയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല പോലെ ചെയ്തു. നൂറ ടോപ്പ് 3 എന്ന് പറയില്ലേ, ലാസ്റ്റ് 3 ആൾക്കാർ നൂറ ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് നൂറ ചെയ്തു. ആദ്യം ആക്ച്വലി ടു ആൻ എക്സ്റ്റെൻഡ് നല്ല പോലെ ചെയ്തു. ലാസ്റ്റിൽ വയ്യാണ്ടായ കാരണമാണ് വിടേണ്ടി വന്നത് ടാസ്ക്. അനീഷിൽ നിന്ന് ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. അനീഷ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണെന്ന് വെച്ചാൽ അനീഷ് പെട്ടെന്ന് തന്നെ വിട്ടു. പിന്നെ നമ്മുടെ നെവിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. നെവിൻ അങ്ങനെ പ്രസവ വേദന വന്ന പോലത്തെ നെവിൻ്റെ അവിടുത്തെ പ്രഹസനമായിരുന്നു. കരച്ചിലും പിഴിച്ചിലും. അനുമോളൊക്കെ ഇടയ്ക്ക് ചോദിക്കണ്ടായിരുന്നു, എന്താ പ്രസവിച്ചോ, മോനാണോ മോളാണോ എന്നൊക്കെ. അത് കഴിഞ്ഞ് താഴെ ഒരു വീഴ്ച വീണു നെവിൻ. അത് താഴെ ചക്ക വെട്ടിയിട്ട പോലെ അങ്ങ് വീണു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ടാസ്ക് നല്ല മനോഹരമായിരുന്നു.